ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ അവരെ നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക. അവരെ വരുന്നു. കാര്യങ്ങൾ പറഞ്ഞു. അതിന് പുറമെ എന്റെ ഒരു പശ്ചാത്തലം കൂടി ഞാൻ പറയുന്നു. ഞാൻ ഈ സ്കൂളിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു സഹോദരനും പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് കടന്നെത്തിയിരിക്കുന്നത്. ശ്രീകുമാർ, എന്റെ മക്കളെ ഇപ്പൊ പറഞ്ഞ ഉണ്ണികൃഷ്ണ ശ്രീലക്ഷ്മി ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ ഏബൽ തോമസ് UKG ബിയിൽ പഠിക്കുന്നു. ഇതിന് തൊട്ട് മുമ്പ് അവന്റെ അമ്മയുടെ അമ്മ, അവന്റെ അമ്മമ്മ ഇവിടെ പരിചയപ്പെട്ടിരുന്നു. 10th സൂരജ് ജോസഫിന്റെയും 6th ശ്രേയ ജോസഫിന്റെയും അമ്മയാണ്. ആലിസ് സെബാസ്റ്റ്യൻ ആണ്. എന്റെ 3 കുട്ടികളോട് പഠിച്ചിരുന്നു. ഇപ്പൊ ഒരാൾ പഠിക്കുന്നുണ്ട്, ജോസ്മി ജോർജ്, 7ാം ക്ലാസ്സിൽ. 25, 25, 20, 10 പേരുടെ പേര് പറയാൻ കഴിയുള്ളൂ. മിനു സജി. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഷാജി കണ്ണങ്കോട്ടിൽ, 2ആയി. ഉല്ലാസ് തോമസ് 3. വിജയകുമാർ സാർ 3ആയി. ആലീസ് ബേബി 4. ഒന്ന് എണീറ്റ് നിൽക്കുക. രാധിക രാജു 5. രാധിക രാജു എണീറ്റ് നിൽക്കുക. 5. 2 ആലീസ് ഉണ്ട്. ആലീസ് ബേബി കൃത്യം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. 6. ആലീസ് ബേബി എണീൽക്കുക. ആലീസ് ബേബി അത് മനഃപൂർവ്വം മിനി 6ആയി. റീന 7ആയി. ശ്രീജ 8ആയി. ശ്രീജ 8ആയി. 8 പേരായി. 7 പേര് കൂടി. റൂബി 9 പേരായി. സൂസാമ 10 തികച്ചിരിക്കുകയാണ്. 3ൽ 2 ഭാഗവും പിന്നിട്ടു. സൂസാമ ഇല്ല. സൂസാമയുണ്ട്. മുത്തശ്ശിയാണ്. കൈപൊക്കി കഴിഞ്ഞു. 11. അടുത്തത് മാത്യൂസ് 11 പേരായി. ടോം ജോണിന്റെ പിതാവാണ്. കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നു. 12. അടുത്തത് 12 ആളുമായി മത്സരിക്കാൻ ഒരാൾക്ക് ഒരു തയ്യാറായിട്ട് നിന്നതാണ്. 12 പറയണം. ബിന്ദു 12 തികച്ചിരിക്കുകയാണ്. 1 ഡസൻ പേരുകൾ തികച്ചിരിക്കുകയാണ്. 1 ഡസൻ. ഊഹാമോഹമാണോ കറങ്ങിക്കുത്താണോ? ഒരു മിനി കൂടി. മിനി വീണ്ടും എഴുതിയിരിക്കുകയാണ്. 13ആയി. 2 ബിന്ദുവോടെ ഉണ്ട്. 2 ബിന്ദു കൂടി. 13 15. ഒരാളേ ഉള്ളൂ. എണീറ്റു. അപ്പൊ 15 തികച്ചിരിക്കുകയാണ്. ഇനിയും പറയും. ആ ബിന്ദു ഒന്ന് എണീറ്റാണെന്ന് തോന്നുന്നു. അപ്പൊ 15 ആയിട്ടുള്ളൂ. റൂബി എണീറ്റതാ. 15 ആയിട്ടുള്ളൂ. കടക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും അമ്മയ്ക്ക് പേരുകൾ ഓർമ്മ വരും. ഒരാളുടെ വിജയം എപ്പോഴും പ്രോത്സാഹനത്തിൽ നിന്നാണ്. പ്രോത്സാഹിപ്പിക്കുക. അത് ഹാജര് വിളിക്കുന്ന പരിപാടിയാ. സ്കൂളിൽ ഹാജര് വിളിക്കുന്ന പരിപാടി. അത് പറ്റത്തില്ല. കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തു. പിന്നെ രാജുചേട്ടനുണ്ട്. രാജുചേട്ടൻ ഒന്ന് എണീറ്റ് നിൽക്കുക. രാജുചേട്ടൻ പുറത്തു നിൽക്കുന്ന രാജുചേട്ടൻ. 17. അശോക്. ഇവരൊക്കെ PTA ഭാരവാഹികളാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ? അല്ല. ഇല്ല, തുടരുകയാണ്. തോൽക്കില്ല. 1 മിനിറ്റ് കൂടി. 10 മിനിറ്റ്. ഉഷ ഇല്ല. 2 ചോയ്സോടെ കൊടുക്കും. 2 ചോയ്സ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മത്സരം അവസാനിക്കുകയാണ്. ലൗലി ഉണ്ട്. 18ആയി. നല്ലൊരു അക്കമാണ് 18 എന്നുള്ളത്.
കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. 10, 9, 8, 7. ഇതാ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവരാണ് ചോദ്യങ്ങൾ വന്നു തുടങ്ങി. 7, 6, 5, 5. ഇതാ കറക്കി കുത്തിയാണ്. 4. ജയ്മോൾ 4. 3. ജയ്മോളുണ്ടോ? 3. ഒരു മോൾ. ഒത്തിരി മോളുണ്ട്, അമ്മയുണ്ട്, കുട്ടിയുണ്ട്. 2. അവസാനിക്കാൻ പോവുകയാണ്. 25 പേര് പറയാൻ റെഡിയാണോ ഒറ്റയടിക്ക്? 25 പേരുമായി മത്സരരംഗത്ത് എത്തിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇനിയുള്ളത് 35 പേരാവും. കുറവാണ്. വിജയകുമാർ, 1, രാജു, 3, ശ്രീകുമാർ, 4, രാജു, 5, സൂസി, 6, സീന, 7. ശശി. എണീറ്റ് നിൽക്കണം അവര്. 8. ശശി എണീറ്റ് നിൽക്കുക. 8. ഒരു ശശി കട, ഒരു ശശി കട, ഒരു ശശി കട. അനർ ശശി ഉണ്ട്, അവിടെ ഉണ്ട്. അവിടെ പേര് പറഞ്ഞ എവിടെ? എണീക്കൂ. ശശി ഉണ്ടെങ്കിൽ എണീക്കണം. മത്സരാർത്ഥിയെ ചുറ്റിക്കരുത്. ശശി ഉണ്ട്. ഉണ്ടുണ്ട്, ഒരു ശശി കട ഉണ്ട് അവിടെ. ശശി ഉണ്ടോ? എണീറ്റ് സഹായിക്കുക. ഉണ്ടോ? ശശി ഉണ്ടോ? ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ ശശി? കൈയൊന്ന് ബുക്ക് ചെയ്യാൻ മതി. അങ്ങനെ ഒരു ശശി ഇല്ല എന്നാണ് പറയുന്നത്. സഞ്ജയ്, ഇത് നമുക്ക് ആളില്ലാത്തവരെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മത്സരത്തിൽ ശരിയാകില്ല. മുന്നോട്ട് പോകാൻ നമുക്ക് ആളുകളെ നോക്കി തിരിച്ചറിയാണ്. ഓർമ്മ ചൊല്ലൽ എന്നാണ് ഈ മത്സരത്തിന്റെ പേര്. ഓർമ്മിക്കുക, കാണുക, കേൾക്കുക, അറിയുക. നമ്മുടെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കളെ ശശി അറിയണം. ഒരു ചാൻസ് കൂടി തരാം. 2 പേരോട് ഇനി ഫാൾട്ട് ആക്കി കഴിഞ്ഞാൽ മത്സരം അവസാനിക്കുന്നതാവും. ജോർജസ് പാലമറ്റം. ജോർജസ് പാലമറ്റം 8ാമത്തെ പേരുകാരനാണ്. ജോർജസ് പാലമറ്റം. ഡോക്ടർ ജോർജസ്. ഡോക്ടർ ജോർജസ് പാലമറ്റം ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് സഹായിക്കുക, അല്ലെ കൈ പൊക്കിയെങ്കിലും കാണിക്കുക. കുഞ്ഞു കൈകൾ അംഗീകരിക്കില്ല. ഇല്ല, ഒരു ചാൻസ് കൂടെ തരും. OS. LC. അല്ല, അടുത്ത പേര് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. OS